السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. العروة الوثقى بأحاديث الأتقى എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കി നടത്തപ്പെടുന്ന ആദർശ ഹദീസ് പഠന ക്ലാസ്സിൽ വളരെ സംശയങ്ങളും ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 23 നിന്ന് ഒരാളുടെ നിർദ്ദേശമാണ്, പൂർവികരായ മഹാത്മാക്കൾ, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പണ്ഡിത വരേണ്യന്മാർ അവരൊക്കെ നടത്തിയ ഇസ്തിഗാസ ഏതെങ്കിലും 1-2 പറയണം എന്ന ഒരു നിർദ്ദേശം. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച. എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം ഹാഫിദ് ഷംസുദ്ദീൻ ദഹബിയുടെ സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥമാണ്. ഇബ്നു തൈമിയ്യയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഹാഫിദു ദഹബി. ആ ഹാഫിദു ദഹബിയുടെ ഈ ഗ്രന്ഥം, അതിൻ്റെ 3-ാമത്തെ വാള്യം 3203 പേജ്, എൻ്റെ കയ്യിലുള്ള ഈ നുസ്ഖ, ഈ പതിപ്പനുസരിച്ച് 3203 പേജിൽ ഒരു സംഭവം രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്താണ് ആ സംഭവം? ഇസ്ലാമിക ലോകത്തെ വെള്ളി നക്ഷത്രങ്ങളായ 3 ഹദീസ് പണ്ഡിതന്മാർ, 3 പ്രതിഭാശാലികളായ മഹാപണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭക്ഷണം തേടിയ, സഹായം തേടിയ ഒരു ചരിത്രം ഇതിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഞാൻ വായിക്കാം. ആരാണ് ആ 3 ഇമാമുകൾ? ഹാഫിദ് ഇബ്നുൽ മുഖ്രി, അതുപോലെ അബുൽ ഖാസിം ത്വബറാനി, അതുപോലെ അബു ഷൈഖുൽ ഇസ്ബഹാനി. ഈ 3 മഹാപണ്ഡിതന്മാർ ഹിജറ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. ഈ മഹാത്മാക്കളായ പണ്ഡിതന്മാർ അവർ പറയട്ടെ, കാന ഇബ്നുൽ മുഖ്രി യഖൂൽ, ഇബ്നുൽ മുഖ്രി റഹിമഹുല്ല പറയുന്നു, കുന്തു അന വ ത്വബറാനിയു വ അബു ഷൈഖി ബിൽ മദീന. അതിൽ സംബന്ധിച്ച വ്യക്തി തന്നെയാണ് പറയുന്നത്. ഞാൻ എന്ന ഇബ്നുൽ മുഖ്രിയും വ ത്വബറാനിയു, മഹാനായ ഇമാം അബുൽ ഖാസിം ത്വബറാനിയും, അതുപോലെ അബു ഷൈഖുൽ ഇസ്ബഹാനിയും മഹാപണ്ഡിതന്മാരാണ്, വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. ഈ 3 പേരും അവർ പറയുന്നു, ഞങ്ങളായിരുന്നു ബിൽ മദീനത്തി, മദീനയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മദീനയിലായപ്പോൾ ഞങ്ങൾ മദീനയിലെത്തി. ഫളാഖ മിനൽ വഖ്തു, ഞങ്ങൾക്ക് സമയം വല്ലാതെ കുടുസായിപ്പോയി. ഫവാസൽനാ ദാലിക്കൽ യൗമ, ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെ സമയം ഞങ്ങൾ മദീനയിൽ എത്തിയപ്പോഴേക്ക് സമയം വളരെ വൈകി. ഞങ്ങളെ കാര്യം, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല, വളരെ പ്രയാസത്തിലായി. ഫലമ്മാക്കാന വഖ്തുൽ അശായി, അശായിൻ്റെ രാത്രി ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ഞങ്ങളെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, ഞങ്ങളാകെ പ്രയാസത്തിലാണ്. മദീനയിൽ എത്തിയപ്പോഴേക്ക് ഞങ്ങൾക്ക് സമയവും വൈകി. ഹളർത്തുൽ ഖബ്റ, ഞാൻ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ഞാൻ സന്നിഹിതനായി. വഖുൽതു, അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ ജൂഅ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹി അൽ ജൂഅ. മഹാനവറുകൾ പറയാണ്, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. എന്താ പറയുന്നത്? യാ റസൂലല്ലാഹി അൽ ജൂഅ, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങളെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങളോട് അവര് ആവലാതി പറയുകയാണ്. ഭക്ഷണം, വിശക്കുന്ന ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവലാതിപ്പെടുകയാണ്. ഫഖാല ലി അത്വബറാനിയു, അപ്പോ ഇമാം ത്വബറാനി എന്നോട് പറഞ്ഞു, ഇജ്ലിസ്, ഏതായാലും കുറച്ചേറെ ഇരിക്ക്. ഫഇമ്മാ അൻ യകൂന റിസ്ഖു അവിൽ മൗത്ത്, ഒന്നുകിൽ നമ്മൾക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മരണമായിരിക്കും. ഏതായാലും കുറച്ചു നേരം കൂടി നമ്മൾ വിശ്രമിക്കുക എന്ന് കരുതി അവരതാ അവരുടെ താമസ സ്ഥലത്ത് അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. ഫഖുംതു അന വ അബു ഷൈഖ്, അങ്ങനെ ഞാനും അബു ഷൈഖ് എന്നവരും, അബു ഷൈഖുൽ ഇസ്ബഹാനി തങ്ങൾ, ഞങ്ങൾ എഴുന്നേറ്റു. ഞങ്ങൾ റൂമിൻ്റെ അരികിൽ, ഞങ്ങൾ താമസിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ അവർ അന്ന് താമസിക്കുന്ന ആ ഭാഗത്ത് അവരെത്തി. ഫഹലർത്തുൽ ബാബ അലവിയുൻ, അപ്പോഴതാ ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ വാതിലിന്റെ അരികിൽ സയ്യിദ് കുടുംബത്തിലുള്ള ഒരാൾ സന്നിഹിതനാവുകയാണ്. ഫഫതഹനാ ലഹു, ഞങ്ങൾ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു. ഫഇദാ മഅഹു ഗുലാമാനി,
അദ്ദേഹത്തിന്റെ കൂടെ 2 അടിമകളുണ്ട്. അദ്ദേഹത്തിന്റെ അടിമകൾ 2 കൊട്ട അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഭക്ഷണപാത്രം. അതിൽ ഫീഹിമാ ഷൈഉൻ കസീറുൻ, ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങൾ ആ കൊട്ടയിൽ, ആ പാത്രത്തിൽ ഉണ്ട്. അതുമായിട്ട് അയാൾ ഞങ്ങൾ അരികിലേക്ക് വന്നിട്ടുള്ളത്. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശകൗതുമുനി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആവലാതിപ്പെട്ടിരുന്നോ? അദ്ദേഹം ചോദിക്കുകയാണ്. റഅയ്തുഹു ഫിൻ നൗമി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ ദർശിച്ചു. ഫഅമറനി, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചു, ബിഹംലി ഷൈഇൻ ഇലൈക്കും, കുറച്ച് ഭക്ഷണം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അതനുസരിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് ഭക്ഷണവുമായി വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അവർക്ക് ആ 3 പേർക്ക്, ഇമാം തൊബറാനിയും ഇമാം ഇബ്നുൽ മുഖരിയും ഇമാം ഹാഫിള് അബു ഷൈഖുൽ ഇസ്ബഹാനിയും, ഈ 3 പേർക്കുമുള്ള ഭക്ഷണം സുഭിക്ഷമായി ലഭിക്കുകയും അവർ നന്നായി കഴിക്കുകയും ചെയ്യുന്നു. അത് കിട്ടാനുള്ള കാരണം എന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ചെന്ന് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹി അൽ ജൂ', അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശപ്പിന് പരിഹാരമായി റസൂലുള്ളാഹിയോട് അവർ അപേക്ഷിക്കുന്നു, സഹായം തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതിനുള്ള മാർഗം ഇവർക്ക് തുറന്നു കൊടുക്കുന്നു. അവരുടെ അരികിലേക്ക് ഭക്ഷണം എത്തുന്നു, അവർ ആ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ നോക്ക്, മുസ്ലിം സമുദായത്തിലെ ഹദീസ് വിഷയത്തിൽ വെള്ളി നക്ഷത്രങ്ങളായി പ്രശോഭിച്ച മഹാത്മാക്കളാണ് ഇമാം അബുൽ ഖാസിം ത്വബറാനി, ഇമാം ഇബ്നുൽ മുഖരി, ഹാഫിള് അബു ഷൈഖുൽ ഇസ്ബഹാനി. ഈ 3 മഹാത്മാക്കൾക്കും തൗഹീദ് അറിഞ്ഞില്ല. അവരൊക്കെ ശിർക്കിന്റെ വാഹകരായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയോ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ചെന്ന് വിശപ്പിന്റെ വേദന റസൂലുള്ളാഹിയെ വിളിച്ചറിയിക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവർക്കതാ റസൂലുള്ളാഹിയുടെ നിർദ്ദേശം അനുസരിച്ച് ഭക്ഷണം ലഭിക്കുന്നു. സഹോദരങ്ങളെ, ഈ ചരിത്രം പറയുന്നത് ആരാ? ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഹാഫിളു ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബല എന്ന ഈ ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ മുസ്ലിം ലോകത്ത് ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതന്മാർ, ഇമാം ത്വബറാനിയെ പോലുള്ള വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ, മുസ്ലിം ലോകം അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്നവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ബിദഅകളും ഇസ്തിഗാസ ശിർക്ക്വാദികൾ വരെ ഇമാം ത്വബറാനിയുടെ, ഇമാം അബു ഷൈഖിന്റെ, മറ്റ് പണ്ഡിതന്മാരുടെ ഒക്കെ ആ ഹദീസുകളെയും ഗ്രന്ഥങ്ങളെയും ആധാരമാക്കുന്നവരാണ്. ഇവരൊക്കെ ശിർക്ക് ചെയ്തു എന്നാണ് വാദമെങ്കിൽ പിന്നെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് എന്ത് സ്വീകാര്യതയാണ്? അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ എങ്ങനെ മുസ്ലിം സമുദായം സ്വീകരിക്കും? സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം ത്വബറാനിയെ പോലെയുള്ള വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ അവരൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്തിഗാസ ചെയ്യുന്നത് ശിർക്കല്ല, അത് തൗഹീദിന് വിരുദ്ധമല്ല, അത് കുഫറല്ല, അത് ഇസ്ലാം തന്നെയാണ്, അത് തൗഹീദാകുന്നു. ഇതാണ് അവരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്ന് പറയുന്ന ഈ പുതിയ വാദം ഇല്ല. ഇമാം ത്വബറാനിക്ക് പരിചയമില്ല, ഹാഫിള് അബു ഷൈഖുൽ ഇസ്ബഹാനിക്ക് പരിചയമില്ല, ഇമാം ഇബ്നുൽ മുഖരിക്ക് പരിചയമില്ല, മുസ്ലിം ലോകത്തിന് ഒരാൾക്കും പരിചയമില്ല. ഇമാമുമാരായ ഇമാമുമാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് ഇസ്തിഗാസ കേരളത്തിലെ സുന്നികൾ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന ഒരു വാദം ചില ആളുകളൊക്കെ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയല്ല. അത് മുസ്ലിം ലോകത്തിന്റെ നിലപാടാണ്. സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, ഇമാമുമാർ, മുഹദ്ദിസുകൾ എല്ലാവരും പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സുഹൃതമാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഇലാ ലിഖാഇൻ ആഖിർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.